ഈ വിനയ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഈ ഇന്ന് കാലഘട്ടത്തിന്റെ മാറ്റത്തിലാണ് ഹസ്ബൻഡും കൂടി ലേബർ റൂമിൽ നിൽക്കാൻ തയ്യാറാണ്. എല്ലാവരും അല്ല. ഇപ്പം രക്തം കണ്ട തലകറക്കി വീഴുന്ന ഹസ്ബൻഡ് പിന്നെ അദ്ദേഹം അടുത്ത എമർജൻസിയിലേക്ക് അത് ഭയങ്കര നല്ല കാര്യം ഡോക്ടർ. അത് എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. നമുക്ക് അതിനൊരു ഓപ്ഷൻ കിട്ടുകയാണ്, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അത് ആക്ച്വലി അതൊരു ഓപ്പൺ ടു ഓൾ ഹസ്ബൻഡ്സ് എന്ന രീതിയിൽ, കാരണം ആ സമയത്താണ് അദ്ദേഹത്തിന്റെ വൈഫിന്റെ ആ വേദന ശരിക്കും മനസ്സിലാക്കേണ്ടത് അല്ലേ. നിർബന്ധമായിട്ട് ചെയ്യണം. അപ്പൊ എന്റെ പ്രഗ്നൻസിയുടെ ആദ്യത്തെ മാസം തന്നെ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ വരും. അപ്പൊ ആദ്യം തന്നെ ഡോക്ടറെ അടുത്ത് കയറ്റും. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ അങ്ങനെ കയറ്റിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ എന്തായാലും കയറും. എല്ലാ വരവിനും എന്നോട് പറയുന്നുണ്ട് ഞാൻ കയറും, റെഡി ആയിട്ട് നിൽക്കുക. അപ്പോൾ എന്നെ കൊണ്ടുപോവാ സി സെക്ഷൻ. അപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു എന്നാ ഇട്ടുള്ള മറ്റേ ഗൗണത് ഞാൻ വന്നില്ല. എന്താ വരാത്തെ? അയ്യോ എനിക്കൊന്നും കാണാൻ പറ്റില്ല. വീണായിരുന്നെങ്കിൽ അപ്പുറത്തൊരു കസേരയിൽ കട്ടിലെ കിടത്തേണ്ട വന്നേനെ. പക്ഷെ ഹി ഡിൻറ്റ്. പക്ഷെ ഐ തിങ്ക് അല്ലേ ഡോക്ടർ അവരെ കൂടെ കയറ്റേണ്ടതല്ലേ? കൂടെ വരണം. അതാണ് അവരുടെ ഉത്തരവാദിത്തമാണല്ലോ ഇത്. അവര് ഒരു സപ്പോർട്ടും കൂടി ഭയങ്കര ഇതാണ്. കാരണം പണ്ട് കാലത്ത് എന്ന് വെച്ചാല് ഇപ്പം ഈ പ്രഗ്നൻസി ആയിട്ടുള്ള ആൾക്കാർക്ക് ഫുൾ സപ്പോർട്ട് ചെയ്ത അമ്മമാരും മറ്റേതൊക്കെയാണ്. ഇപ്പൊ അങ്ങനെ നിൽക്കാനും നിർവാഹം ഇല്ലല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് ഹസ്ബൻഡ് തന്നെയാണ്. അത് അങ്ങനെ ഒത്തിരി പേര് ഇപ്പൊ വരുന്നുണ്ട് ഉള്ളിൽ കയറുന്നുണ്ട്. ഡെലിവറിക്ക് തലയിറങ്ങി വീഴുന്ന കേസുകൾ, തലയിറങ്ങി വീഴുന്ന ആൾക്കാർ ഉണ്ട്. അതെ അതെ. കാരണം ഇതിന്റെ അകത്തൊരു chaos ആണ് സത്യം പറഞ്ഞാൽ. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സ്മൂത്ത് അല്ല ഒരു പ്രോസസ്സ്. ഇതൊരു ഡോക്ടറുടെ ഇതിന്നല്ല എനിക്ക് പിന്നെ ഗോവിന്ദിന്റെ അടുത്ത് കേൾക്കണം. ഡോക്ടർ നമുക്ക് നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കാത്ത അത്രയും എമൗണ്ട് ഓഫ് കെയോസ് ആണ് നടക്കുന്നത്. ചോരയൊക്കെ പറഞ്ഞ് വരുന്ന ആൾക്കാരുടെ കയ്യിലൊക്കെ ചോര ഉണ്ടാവും. നഴ്സുമാർ പറഞ്ഞ പോലെ മേളിൽ കയറി പുഷ് ചെയ്യുന്നുണ്ടാവും. ഒരു 5-6 സ്ത്രീകള് ലൈക്ക് ഇൻ ഫുൾ സ്വിങ് ആണ്. അത് കണ്ടു കഴിഞ്ഞാൽ വീൽ ഹാവ് എ ന്യൂ ഫൗണ്ട് റെസ്പെക്ട് ടു എവറിബഡി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമുക്കൊന്നുമില്ല. ഞാൻ മറ്റേ 3DH ശർമ്മൻ ജോഷി നിൽക്കുന്ന പോലെ യെസ് പുഷ് പുഷ് അതേ ഉള്ളൂ. അതേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ബാക്കിയൊക്കെ ഉള്ളൂ, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ പെയിൻ അനുഭവിക്കുന്നതും ഇതും എല്ലാം ലാസ്റ്റ് മിനിറ്റിൽ മറ്റേ കത്രി എടുക്കുന്നു, വെട്ടുന്നു എന്താ പറയുക, നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത പെയിൻ. എനിക്കൊന്നും പെയിൻ സഹിക്കാൻ പറ്റില്ല. ഞാൻ മറ്റേ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ പോലും ഇങ്ങനെ ഇരിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ ഇത് കണ്ട് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ അതാണ് ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്നത്. അതിന്റെ ഇതിനും കൂടി ആയിരിക്കട്ടെ ഒരു ഗെറ്റ് സെറ്റ് ബേബിയോട് ഇഷ്ടം കൂടുതൽ വന്നത്. വിനയ് നിയന്ത്രിക്കുന്നുണ്ട്. നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഇല്ല എന്റെ കഥയോ എന്റെ സന്ദർഭങ്ങളോ ഞാൻ വിട്ടുതരില്ല. അല്ല ഇതെന്താ പറയുക, ഈ ഡിസ്കഷൻ എന്തായാലും കഥയിലേക്ക്, കാരണം ഓരോരുത്തരുടെ എക്സ്പീരിയൻസ്, ഇപ്പം മെയിൽ ഗൈനക്കോളജിന്റെ എക്സ്പീരിയൻസ് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ അതൊക്കെ തന്നെയാണ് നമ്മളുടെ കഥയിലെ സീൻസ് എന്ന് പറഞ്ഞു. ഈ ഒരു ഹോസ്പിറ്റൽ സിനാരിയോ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി പേഷ്യൻസ് എപ്പോഴും ഡെലിവറി കഴിയുന്ന പേഷ്യൻസ് ആയിരിക്കും. ഡെലിവറി തൊട്ട് മുമ്പ് ഭയങ്കര ടെൻസ്ഡ് ഫേസ് ആയിരിക്കും. കൊച്ചിനെ കിട്ടില്ല. പോസ്റ്റ് ഡെലിവറിയാണ് ഇവർ ഈ ഹോസ്പിറ്റലിൽ സന്തോഷമായി നിൽക്കുന്ന മുഖം ഇവരുടെ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ദുഃഖങ്ങളാണ്. കരച്ചിലും വേണം. എനിക്ക് കുട്ടി ഉണ്ടായ ദിവസം ഹോസ്പിറ്റൽ ഒറ്റ കുട്ടി ഉണ്ടായുള്ളൂ, എൻ്റെ കുട്ടി. അതുകൊണ്ട് ഞാൻ ഈ ബാക്കിയുള്ളവർ പറഞ്ഞ അപ്പുറത്തെ റൂമിലെ കരച്ചിൽ, കറക്റ്റിൻ്റെ അപ്പുറത്തെ കരച്ചിൽ എന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പം ഈ ഇതിനിപ്പം IVF ഒരു തീമായിട്ട് ഇതിൽ എടുത്തിട്ടുണ്ടല്ലോ ഡോക്ടർ. ഈ IVF ട്രീറ്റ്മെന്റ്സ് അങ്ങനത്തെ കുട്ടികൾ ഇപ്പോൾ ഒരുപാട് അതിൻ്റെ എണ്ണം കൂടുന്നുണ്ടോ? അതെ, നമുക്ക് വന്ധ്യത വർദ്ധിച്ചു വരികയാണ്. അത് തന്നെയാണ് അതിൻ്റെ കാര്യം. പിന്നെ അതേപോലെ ലേറ്റ് മാരേജസ്. ചില ആളിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ പോലും, ഇപ്പോൾ IT കാരൊക്കെ കല്യാണം കഴിയുന്നത് ചിലപ്പോൾ 26-28 ഇയേഴ്സിലായിരിക്കും. അപ്പോഴവർ ആദ്യത്തെ 5 വർഷം കുട്ടികളൊക്കെ വേണ്ടാന്ന് തന്നെ വെക്കുകയാണ്. 5-6 വർഷമൊക്കെ അങ്ങനത്തെ ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴുണ്ട്. അപ്പോൾ പിന്നെ ലേറ്റർ ഇപ്പോൾ 30 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഓവറിൻ ഫങ്ഷൻ കുറയും. 35 ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ലോണം കുറയും. അപ്പോഴത്തേക്ക് അവർക്ക് ഒരു നാച്ചുറൽ കൺസെപ്ഷൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായി വരാം. ചിലപ്പോൾ നാച്ചുറൽ കൺസെപ്ഷൻ ആ സമയത്ത് ട്രീറ്റ് ചെയ്തിട്ടും ആവാത്ത അവസ്ഥയിൽ വരാം. അങ്ങനത്തെയൊക്കെയുള്ള സമയത്ത് IVF പോവും. പിന്നെ അല്ലെങ്കിൽ മെയിൽ ഫാക്ടറോ ഫീമെയിൽ ഫാക്ടറോ അങ്ങനത്തെ ഇപ്പോൾ ട്യൂബൽ ബ്ലോക്ക് ഉള്ള ആൾക്കാർക്ക് കൺസീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ IVF പോകും. ഇപ്പോൾ മെയിൽസിന് ബീജത്തിന് അളവ് വളരെ കുറവാണെങ്കിൽ പിന്നെ IVF പോകും. അങ്ങനത്തെയൊക്കെയുള്ള കാര്യം. ഇതിൽ IVF എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അതായത് ഈ നീട്ടി വെക്കുന്നതിനെക്കുറിച്ചും കുട്ടികൾ വേണമെന്നുള്ളതിനെക്കുറിച്ചും. കുട്ടികൾ വേണോ എന്നൊരു ഡിസ്കഷനും ഈ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നുണ്ടോ? അതുണ്ട്, ഓഫ് കോഴ്സ് അതും നമ്മൾ തൊട്ടു പോകുന്നുണ്ട്. കാരണം കുറേ സ്ഥലങ്ങളിൽ ഇതൊരു സാധനമാണ്. ഒരു റിലേഷൻഷിപ്പ് വിത്ത് സ്റ്റാൻഡ് ചെയ്യാൻ ഒരു കുട്ടി വേണം എന്ന് പറയുന്നത് ഒരു ഫാമിലി പ്രഷർ ആയിരിക്കും, അല്ലെങ്കിൽ പിയർ പ്രഷർ ആയിരിക്കാം, ടു ലുക്ക് ഫോർവേഡ് ടു എന്താണെന്നുള്ളത്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഈ സൊസൈറ്റിയിലായിട്ട് നമുക്ക് കിട്ടുന്ന എന്താണോ സൊസൈറ്റിയിൽ നമ്മൾ ഇപ്പോൾ കുറേ കുറഞ്ഞു കിട്ടും. ഇപ്പോൾ ഭയങ്കര ലിബറൽ ആയിട്ടുണ്ട് ആക്ച്വലി. ഇന്നത്തെ കാലത്ത് പേരൻസ് ഒക്കെ ലിബറൽ ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു അസോസിയേഷൻ എപ്പോഴും ഉണ്ട്, കുട്ടി വേണം എന്നുള്ളൊരു സാധനം.
കുട്ടി വേണ്ടാന്ന് വെക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇപ്പൊ നമുക്ക്. ആ ഒരു പ്രൊപ്പോർഷൻ കൂടിയിട്ടുണ്ട് ഇപ്പോഴും. കുട്ടി വേണ്ടെന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കിപ്പോൾ കാണുമ്പോൾ മാരീഡ് 5 years ആയി, ഓൾറെഡി 33 years ആണ്. അപ്പോൾ നമുക്ക് ഒരു ഇൻഫെർട്ടിലിറ്റി ഒക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ മനസ്സിൽ തോന്നും ഇവർക്ക് കുട്ടിയൊക്കെ വേണ്ട ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ള, അഗ്രസീവ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ അവർക്ക് ഒരു യാതൊരു ഗൈനക്കോളജിസ്റ്റ് ഇങ്ങനെ നടക്കല്ലോ, ഒവേറിയൻ ഫംഗ്ഷൻ ഒക്കെ കുറഞ്ഞു അതെ 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 എന്നൊക്കെ. പക്ഷെ അവർക്ക് എന്താ പറയുക, കുറച്ചും കൂടി നീട്ടി പോവാം. അവർക്ക് ഇതിനെ പറ്റി കൺസേൺ അതെന്താ പറയുക, ലൈഫ് എൻജോയ് കുട്ടി ആയിക്കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും കുറെ റെസ്ട്രിക്ഷൻസ് വന്നു പോയി, മറ്റേ ജീവിതം അടിച്ച് പൊളിക്കാന്നുള്ള സ്റ്റൈലിൽ പോകുന്നതായിരിക്കാം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ. അതാണ് അതുകൊണ്ട് ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം പോലെയുള്ള ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ന്യൂ ജനറേഷന് കുറേ കാര്യങ്ങളുണ്ട്, അവർക്ക് കുറേ ഇൻഫർമേഷൻ ഉണ്ട്. അവർ റോങ് എന്ന് പറയാൻ പറ്റില്ല, ചില കാര്യങ്ങളൊക്കെ നല്ല തന്നെയാണ്. അല്ല എന്താ പറയുക, പ്രൊഫഷണലി ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതെ അതെ തീർച്ചയായും ഈ ഒരു ടൈം കാലഘട്ടം ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആൾക്കാർക്ക് എങ്ങനെ കുട്ടീനെ മാനേജ് ചെയ്യും, റെസ്പോൺസിബിലിറ്റി. ഒബ്വിയസ്ലി വൈഫ് കഷ്ടപ്പെടും. ഒബ്വിയസ്ലി ഞാനൊക്കെ അത് വേണ്ടാന്ന് വെക്കുന്ന അതുകൊണ്ട് വേണ്ടാന്ന് വെക്കുന്ന കുറെ ആൾക്കാർ. അല്ല, ഇപ്പോൾ വൈഫിനെ കെയർ ചെയ്യുന്ന പണ്ടത്തെ ആൾക്കാർ കെയർ ചെയ്യുന്നതിനെക്കാട്ട് കൂടുതൽ കെയർ ചെയ്യുന്നുണ്ട്. അതെനിക്കിപ്പോൾ മനസ്സിലായി. ആര് കെയർ ചെയ്യുന്നുണ്ട്? ഭർത്താക്കന്മാര്. സോറി, ഞാൻ എനിക്കത് അധികം കാണാൻ പറ്റില്ല. ഞങ്ങള് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു 60 വയസ്സുള്ള ആള് 50 വൈഫിനെ നോക്കുന്നതിനേക്കാളും കൂടുതൽ ഇപ്പോഴത്തെ യങ് ജനറേഷൻ ആൾക്കാർ വൈഫിനെ കെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, എനിക്ക് അങ്ങനത്തെ വീടുകൾ ഉണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷം. എനിക്ക് കുട്ടി ഉണ്ടായ സമയത്ത് എൻ്റെ ഹസ്ബൻഡും വളരെ ലേറ്റ് ആയിട്ട് വരുന്ന ബിസിനസ് ആയിരുന്നു. അപ്പോൾ 10 മണി 11 മണിയൊക്കെ സമയത്താണ് എല്ലാ ദിവസവും തന്നെ വരിക. അപ്പോൾ കൊച്ചി 7 മണിയാകുമ്പോൾ ഉറങ്ങും. പിറ്റേ ദിവസം രാവിലെ കൊച്ചി എഴുന്നേക്ക് ഒരു 5:30 6 മണിയാകുമ്പോഴത്തേന് പുള്ളി ഉറങ്ങുമായിരിക്കും. ഇവർ തമ്മിൽ ഇടയിലുള്ള ഏതോ ഒരു സമയത്ത് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഒരു 3 വയസ്സ് വരെ അങ്ങനെ വ്യക്തമായൊരു ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ കയറി, അപ്പം നമുക്ക് സങ്കടമാണ് രാത്രി ഇവർ എഴുന്നേൽക്കുമ്പോഴും ഇപ്പോൾ ഒന്ന് കിടന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എഴുന്നേൽക്കുക, രാവിലെ ജോലിക്ക് പോവുക, അങ്ങനെയുള്ള വീടുകളുണ്ട്. ലേറ്റ് ആയിട്ട് വന്നാലും അവർക്ക് കെയറിങ് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അവർ കൊച്ച് അവിടെ കിടന്ന് എങ്ങനെ കരഞ്ഞാലും മറ്റേ നിർത്താതെ കൂന്നൊരു കോഴിയുടെ കഥ ഞാൻ പത്രത്തിൽ വായിച്ചായിരുന്നു. അങ്ങനെയാണേ പോലും ഈ അവിടെ പൊട്ടിയാൽ പോലും അറിയാത്ത പോലെ കിടന്നുറങ്ങുന്ന ഭർത്താക്കന്മാരും ഉണ്ട്. ഡോക്ടർ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഒരു സ്ത്രീ സംസാരിക്കുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. ടെൻഷൻ ഉണ്ട്, ഭർത്താക്കന്മാർക്ക് ടെൻഷൻ ഉണ്ട്. എന്ത് ടെൻഷൻ? ആ ടെൻഷൻ എന്താവുന്ന ടെൻഷൻ. നിങ്ങൾ ഡെലിവറിക്കകത്ത് കയറുമ്പോൾ ഭർത്താക്കന്മാർക്ക് തീർച്ചയായിട്ടും ടെൻഷൻ ഉണ്ട്. പുറത്ത് പ്രകടിപ്പിക്കുന്നതല്ലേ ഉള്ളൂ. അല്ല, അത് പ്രകടിപ്പിക്കുന്നില്ല. പക്ഷെ നിർബന്ധമായി അകത്ത് കയറ്റണം എന്നുള്ളത് ഞാനൊരു സജഷനായിട്ട് അതെല്ലാ സ്ഥലത്തും ചെയ്യണം. അത് വന്നു കഴിഞ്ഞാൽ ഈ മെയിൽ ഗൈനക്കോളജിസ്റ്റോ ഫീമെയിൽ ഗൈനക്കോളജിസ്റ്റോ ഒന്നൊരു വിഷയമാവുന്നില്ല.